ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഉണ്ണിയുടെ 1.5 മാസത്തെ കുത്തിവെപ്പ് എടുക്കാൻ പോവാട്ടോ. അപ്പോൾ ഞാൻ പേടിച്ചിരുന്ന ദിവസം അങ്ങനെ വന്നെത്തിട്ടോ. അപ്പോൾ എൻ്റെ കുളി കഴിഞ്ഞിട്ടുണ്ട്. ഉണ്ണിയുടെ കുളി ഉണ്ണീനെ കുളിപ്പിച്ചിട്ട് അമ്മ ഇതേ കൊണ്ടുവരികയാണ് കേട്ടോ. ഇനി അവൻ ഇതേ വയമ്പും പീനാറിയും ചന്ദനമൊക്കെ തൊടിയിക്കാണ് കേട്ടോ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായി ചന്ദനം തൊടിക്കുമെന്ന്. നമ്മുടെ ഇവിടെ 28 അന്ന് ഉണ്ണിക്ക് ചന്ദനം മാത്രമായിട്ടല്ല തൊടുക, ചന്ദനം, പീനാറി, വയമ്പ് എല്ലാം കൂടി അരച്ചിട്ട് ജസ്റ്റ് അവൻ്റെ നെറ്റത്ത് കുത്തി കൊടുക്കും. പിന്നെ അവൻ്റെ തലയിലും മേത്തൊക്കെ ഒന്ന് പറ്റി കൊടുക്കും. നല്ല മണമാണ് ഇട്ടുണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ അമ്മയുടെ സ്വർണ്ണം ഇങ്ങനെ അരച്ചിട്ടുണ്ട് വായിൽ ഇങ്ങനെ വെച്ചു കൊടുക്കും. എന്ന് വെച്ചാൽ കുറേ സ്വർണ്ണമൊന്നും അല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് അങ്ങനെ അരച്ചിട്ട് വെറുതെ ഇങ്ങനെ തൊടിയിക്കും. നമ്മുടെ അവിടെ ഇങ്ങനെയൊക്കെയായിട്ട് ചടങ്ങ്. നിങ്ങളുടെ അവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയാത്ത കാരണം നിങ്ങൾ ഇനി ഇതിനെ കുറ്റപ്പെടുത്തരുത് കേട്ടോ. കാരണം എനിക്കായാലും തേജപ്പനായാലും ചേച്ചിക്കായാലും ഒക്കെ ഇതിങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ഓരോ നാട്ടിലും ഓരോ രീതിക്കല്ലോ ചടങ്ങ്. എനിക്ക് ഓക്കെ തോന്നുന്ന കാര്യങ്ങളെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുട്ടാ. അങ്ങനെ ഇതേ അമ്മ ഉണ്ണിക്ക് ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കാൻ കേട്ടോ. അപ്പൊ ഇന്ന് പോയി എന്താവും. അപ്പൊ ഞങ്ങളൊക്കെ പറയുന്നുണ്ട് ഇനി പോണ പോലെല്ലാം ഇങ്ങോട്ട് തിരിച്ചു വരിക എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ അമ്മ ഡ്രസ്സൊക്കെ മാറ്റിച്ചു കൊടുക്കണേ. അങ്ങനെ ഞങ്ങളും വേഗം മാറ്റിയിട്ട് ഇതേ പോവാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഡിസ്പെൻസറിക്കാട്ടോ പോകുന്നത്. അപ്പൊ ഉണ്ണിയുടെ അമ്മയും കുഞ്ഞുള്ള ബുക്കും അതുപോലെ തന്നെ നമ്മൾ ഞൈൽ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ഉണ്ണിയുടെ ഇങ്ങനെ വാക്സിനേഷൻ്റെ ഒക്കെ ഒരു വലിയ കാർഡ് തന്നിട്ടുണ്ട്. അതും കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അമ്മ ഇതേ ഉണ്ണീനെ എടുത്തിരിക്കുകയാണ്. അങ്ങനെ ഇതേ നമ്മളിതേ ഹോസ്പിറ്റലിന്റെ അടുത്ത് എത്താറായി. ഈ ഒരു അമ്പലത്തിൽ വെച്ചിട്ടാട്ടോ എൻ്റെ ആദർശേൻ്റെയും കല്യാണം കഴിഞ്ഞേക്കണേ. ഇപ്പൊ കാണാം നിങ്ങൾക്ക്. ഞങ്ങളപ്പോ അങ്ങനെ പോരുമ്പോ അമ്മ ഞാനൊക്കെ ചെറിയ കുട്ടിയാകുമ്പോഴത്തെ കാര്യങ്ങൾ പറയാൻ കേട്ടോ. ഇനിയൊക്കെ കുഞ്ഞു കുട്ടിയാകുമ്പോൾ അമ്മ ഒറ്റയ്ക്ക് വന്നിട്ട്, അച്ഛൻ പണിക്ക് പോകും, അമ്മ ഒറ്റയ്ക്ക് ഇങ്ങനെ എടുത്ത് വന്ന് അച്ഛൻ വെയിലൊക്കെ കൊണ്ട് കുടയൊക്കെ പിടിച്ചിട്ട് വന്നിട്ട് ഇവിടുന്ന് ഈ സ്ഥലത്ത് വെച്ചിട്ട് തന്നെയാട്ടോ എനിക്കും ചേച്ചിക്കും ഒക്കെ പോളിയോ തന്നേക്കണത്. അപ്പൊ വെയിലൊക്കെ കൊണ്ട് നടന്നിട്ട് ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും അമ്മയൊക്കെ സൈഡാവുന്നു. അപ്പൊ ഞാനൊക്കെ വെച്ചാൽ കുറച്ച് നല്ല തടിയുള്ള കൂട്ടത്തിലായിരുന്നു കേട്ടോ ചെറിയ കുട്ടിയാകുമ്പോൾ. അങ്ങനെ ഇതേ നമ്മളിവിടെ കുടുംബാരോഗ്യ കേന്ദ്രം നമ്മുടെ ഇവിടുത്തെ പുതുരുത്തിയിലത്തെ ഡിസ്പെൻസറിക്ക് എത്തിയിട്ട് അപ്പൊ അമ്മ ഇത് ഉണ്ണീനെ എടുത്തിട്ട് ഇറങ്ങാണ്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ട് നേരെ നമ്മൾ OP ടിക്കറ്റ് എടുക്കാൻ പോവാൻ കേട്ടോ. അപ്പൊ ഉണ്ണിയുടെ പേരും ഒക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ കുഞ്ഞുണ്ണികൾക്ക് നമ്മള് പൈസ ഒന്നും കൊടുക്കണ്ട കേട്ടോ. അല്ലാതെ വലിയവർക്ക് അച്ഛൻ നമ്മൾ 5 രൂപ എത്രയാണ് കൊടുക്കണ്ടേ. അങ്ങനെ ഇവിടെ വന്നു ഉണ്ണിയുടെ വെയിറ്റ് ചെക്ക് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇവന്റെ വെയിറ്റ് കുറച്ചൊക്കെ കൂടിയിട്ടുള്ളൂ. പിന്നെ നമ്മൾ എന്താണെന്ന് അറിയോ വെയിറ്റ് ഞാൻ അങ്ങനെ എടുത്ത് പറയാത്തത്, നിങ്ങൾ കാണുന്ന പോലെ തന്നെ എൻ്റെ വ്ലോഗ് എൻ്റെ അമ്മയും കാണും. അപ്പോൾ ഉണ്ണി എന്തെങ്കിലും കാര്യത്തിന് ആവശ്യം പിടിച്ചു വെച്ചെങ്കിൽ അപ്പോൾ അമ്മ പറയും കുറച്ചും കൂടി വ്ലോഗ് ഇട് പറഞ്ഞിട്ട് എനിക്ക് പിന്നെ തൊഴിലും തരില്ല. അതുകൊണ്ടാട്ടോ ഞാൻ ഉണ്ണിയുടെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. ഇത് കുറച്ചൊക്കെ അമ്മമാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം. പിന്നെ ഇത് നമ്മൾ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ എനിക്കൊരു സംശയം തോന്നിയത് ഇവനിങ്ങനെ മൂക്കടയണ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ ആകുമ്പോൾ ഉണ്ണിക്ക് പാൽ കൊടുക്കുമ്പോൾ. അപ്പോൾ അത് ഡോക്ടർ അടുത്ത് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നേരെ പീഡിയാട്രീഷ്യനെ കാണിച്ചിട്ട് മാത്രമേ ഉണ്ണിക്ക് വാക്സിൻ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ജനറൽ ഹോസ്പിറ്റൽ നമ്മുടെ വടക്കാഞ്ചേരിക്ക് പോയാൽ മതി. അവിടെ പോയി കഴിഞ്ഞു വെച്ചെങ്കിൽ അവിടുത്തെ പീഡിയാട്രീഷ്യനെ കാണിച്ചിട്ട് അവിടെ നിന്ന് തന്നെ വാക്സിൻ എടുത്തേരുന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചു അന്ന് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിതേ കാറ് കയറിയിട്ട് ഇങ്ങനെ നേരെ ഓട്ടുപാറ വടക്കാഞ്ചേരിക്ക് പോകാനിട്ട്. സംഭവം ഉണ്ണിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചു പനി അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ചോദിച്ചു. അപ്പോൾ എനിക്ക് തോന്നി രാവിലെ അമ്മയ്ക്ക് ഫീൽ ചെയ്തൊരു കാര്യം ഇവന് എന്തോ ഒരു കുറിങ്ങിച്ച പോലെ. അപ്പോൾ എന്തായാലും ഞാനത് പറഞ്ഞതായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ഇതേ വടക്കാഞ്ചേരി ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഇവിടെ ഗംഭീര തിരക്ക് എന്ന് വെച്ചാൽ നല്ല തിരക്ക്. ക്യൂ ഒക്കെ എന്തോരം നീണ്ട ക്യൂ ആണെന്നറിയോ. പിന്നെ എനിക്ക് തോന്നി ഇവിടെ എത്തിയപ്പോൾ നമ്മൾ ഈ ചെറുതിനും വെച്ചിട്ട് ഇത്രയും എന്തൊക്കെ അസുഖങ്ങളായിട്ട് വരണവരാവും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഉണ്ണിയുടെ ഫസ്റ്റത്തെ ഒരു വാക്സിനേഷൻ പോലും കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോകാൻ എനിക്ക് അങ്ങോട്ട് മനസ്സ് വന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ നേരെ നമ്മുടെ അടുത്ത ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു ചോദിച്ചോട്ടെ എത്ര മണി വരെ അവിടെ വാക്സിനേഷൻ ഉണ്ടാവുന്നു. അപ്പോൾ അവർ പറഞ്ഞു പീഡിയാട്രീഷ്യനെ കാണിച്ചിട്ട് കുഴപ്പമില്ലെങ്കിൽ അവിടേക്ക് പോന്നു, അവര് ഞാൻ വെച്ചുതരാം, അവർ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ആദർശേട്ടൻ കാർ എവിടെയും സൈഡാക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദർശനോട് പറഞ്ഞു ഇവിടെ നല്ല തിരക്കാണ്, നമുക്ക് നെയിലേക്ക് പോവാന്ന്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്നാൽ വേഗം വായു നമുക്ക് അങ്ങോട്ട് തന്നെ പോവാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വേഗം നടന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ നമ്മൾ വടക്കാഞ്ചേരിയിൽ നിന്ന് നേരെ കേച്ചേരിയിലേക്ക്. ഈ 2 സ്ഥലം 2 ഭാഗത്താണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളിത് വേഗം ഇനി ഞൈൽ ഹോസ്പിറ്റലിലേക്ക് എത്താന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവാൻ കേട്ടോ. അങ്ങനെ മുണ്ടത്തിക്കോട് സെന്റർ എത്തുമ്പോഴേക്കും നമുക്കൊരു വല്ലാത്ത ഫീലിംഗ് ആണ് കേട്ടോ. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഇൻസിഡന്റ് ആണെന്ന് നടന്നിട്ടുണ്ടായിരുന്നേ. ഞാനും കുഞ്ഞും കൂടിയിട്ട് റൂമിൽ അങ്ങനെ ഉണ്ണിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ചെല്ലയുടെ മോണിക്കൊക്കെ ഭയങ്കര ഒരു ജർക്കിങ്ങും ഭയങ്കര ഒരു കുലുക്കം. ഞങ്ങൾ വേഗം ഉണ്ണിനെ എടുത്തിട്ട് വേഗം പുറത്തേക്ക് പോയി. അമ്മയൊക്കെ പുറത്തായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടി ഇങ്ങനെ വന്നു കേട്ടോ. അപ്പോൾ നിർത്താതെ അങ്ങനെ കുലുങ്ങിയോണ്ടിരിക്കും. അപ്പോൾ നമ്മളൊക്കെ നന്നായി പേടിച്ചു. പിന്നെ അന്തരീക്ഷമൊക്കെ ഫുള്ള് കളറ് മാറി. അപ്പോൾ എന്താ സംഭവം ആകെ ടെൻഷനായി. അപ്പോൾ കുറേ പേര് പറയേണ്ട ഇടിമിന്നലാണെന്നൊക്കെ. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴാണ് അച്ഛൻ വന്നപ്പോഴാണ് പടക്കം പൊട്ടിത്തെറിച്ചതാന്നൊക്കെ അറിഞ്ഞേട്ടോ. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ കുണ്ടന്നൂര് വെച്ചിട്ടും ഇതേപോലൊരു അവസ്ഥ ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലൊക്കെ ഫുള്ള് കുലുക്കൊക്കെ ആയിട്ട് നമ്മളെല്ലാവരും പേടിച്ചിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഇതേ നമ്മളതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പോവാട്ടോ. അങ്ങനെ നമ്മളിതേ നമ്മുടെ കേച്ചേരി നയൽ ഹോസ്പിറ്റലിലേക്ക് എത്തി. കേച്ചേരി ഇല്ലാട്ടോ, മഴുവഞ്ചേരി കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഹോസ്പിറ്റല്. അപ്പൊ നമ്മളിങ്ങോട്ട് വരുമ്പോൾ തന്നെ ഇവിടേക്ക് വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടർ ഉണ്ടാവുമെന്ന്. ഇവിടെ പിന്നെ എപ്പോഴും ഡോക്ടർ ഉണ്ടാവാറുണ്ട് കേട്ടോ. 3 ഡോക്ടേഴ്സ് തന്നെ പീഡിയാട്രീഷ്യന്മാരായിട്ടുണ്ട് തോന്നുന്നു. അങ്ങനെ നമ്മൾ ആദ്യം ആ ഡോക്ടറിനെ കാണിക്കാൻ വിചാരിച്ചു. പിന്നെ ഡോക്ടർ അവിടെ റൗണ്ട്സിന് പോയി കിടന്നു കേട്ടോ. അപ്പൊ നമ്മൾ വേറൊരു ഡോക്ടറുടെ പേര് ഞാൻ മറന്നുപോയി, ഈശ്വര, ഒരു ലേഡി ഡോക്ടറാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ ആ ഡോക്ടറെ കാണിക്കാന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇത് നമ്മൾ ഇറങ്ങി അങ്ങോട്ട് ചെല്ലാണ്. തിരക്കുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടോ പ്രാർത്ഥിക്കണേ. കാരണം നമുക്ക് അവിടേക്ക് നമ്മുടെ പുതുരുത്തിക്ക് ഏതാണ്ട് ഒരു 1 മണിക്ക് ആകുമ്പോഴേക്കും എത്തണം കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് എത്തുമ്പോൾ 12 മണിക്ക് ആയിട്ടുണ്ടായിരുന്നു നെയിലേക്ക് എത്തുമ്പോൾ. അങ്ങനെ ഇതേ അമ്മ ഉണ്ണീനെ എടുത്തേക്കാണ്. പിന്നെ ഉണ്ണിയുടെ ടെമ്പറേച്ചർ ഒക്കെ ചെക്ക് ചെയ്തു. അപ്പൊ അങ്ങനെ വെക്കുമ്പോൾ അവൻ കൈ തട്ടാട്ടോ, കരഞ്ഞു അതിന്റെ ഇടയിൽ. അപ്പൊ ഞാൻ വിചാരിച്ചു ഈശ്വര ഇത് വെക്കണേന് അവൻ ഇങ്ങനെ കരഞ്ഞു വെച്ചെങ്കിൽ ഇനി ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ ഇനി എന്താവും അവസ്ഥ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ ഡോക്ടറിനൊക്കെ കാണിച്ചു. ഉണ്ണിക്ക് ഒരു കുഴപ്പമില്ല പറഞ്ഞു കേട്ടോ. പക്ഷെ ഇന്ന് എന്താണെന്ന് അറിയില്ല, ഫുൾ ഒരു കെട്ടിത്തിരിച്ചിലായിരുന്നു. നമ്മളിപ്പോൾ ഒരു 3 സ്ഥലത്തേക്ക് ഓടിക്കൊണ്ട് നടക്കായിരുന്നു. അങ്ങനെ കേച്ചേരി നയൽ ഹോസ്പിറ്റലിൽ നമ്മൾ നേരെ നമ്മുടെ പുതുരുത്തിയിലുള്ള ഡിസ്പെൻസറിക്ക് വെച്ച് പിടിച്ചു കേട്ടോ. അങ്ങനെ ഇത് ഇവിടെ എത്തി. ഇവിടെ എത്തുമ്പോൾ എനിക്കിപ്പോൾ കുഴപ്പമില്ല പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ പിന്നെ എനിക്ക് ടെൻഷൻ ഇനിയിപ്പോൾ കുത്തൂല ഈശ്വര എന്നുള്ളൊരു പേടിയായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് അമ്മ ഉണ്ണീനെ എടുത്തിട്ട് പോയി ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുട്ടാ. അവ ഇത് നല്ല ഉറക്കാണ് കേട്ടോ. എനിക്ക് പാവം തോന്നുമായിരുന്നു ഇങ്ങനെ കിടക്കണ കാണുമ്പോൾ കേട്ടോ. നല്ല ഉറക്കം. ഇനിയിപ്പോൾ ഇങ്ങനെ ആവില്ലല്ലോ തിരിച്ച് പോകുമ്പോൾ എന്നൊരു ടെൻഷനായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതേ കരഞ്ഞ് പിഴിഞ്ഞ് സക്സസ്ഫുള്ളി നമ്മുടെ വാക്സിനേഷൻ കംപ്ലീറ്റ് ആയിട്ടോ. നമ്മുടെ മദർഹുഡിലെ ഓരോ സ്റ്റേജസ് ഇങ്ങനെ ഫേസ് ചെയ്യുമ്പോൾ എൻ്റെ ഈശ്വര മക്കളുടെ ഒരു വിഷമവും നമ്മുടെ അമ്മമാർക്കൊന്നും താങ്ങാൻ പറ്റൂല കേട്ടോ. അമ്മമാർക്ക് മാത്രമല്ല കേട്ടോ, അച്ഛന്മാർക്കും നമുക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമമായി, ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. പിന്നെ ഇഞ്ചക്ഷൻ കുത്തി കഴിഞ്ഞപ്പോൾ പാവട്ടോ അത് വേറൊരു അലമ്പുണ്ടാക്കില്ല. ഇഞ്ചക്ഷൻ കുത്തുന്ന സമയത്ത് മാത്രം കേട്ടോ കരഞ്ഞായിരുന്നേ. നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന വേറൊരു ഉണ്ണിയൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു, ഭയങ്കര വാശിയായിരുന്നു. ഇവനെ കുത്തിയപ്പോൾ വേദനിച്ചിട്ട് അങ്ങനെ കിടന്ന് ഉറങ്ങുക ചെയ്ത്. 3 ഇഞ്ചക്ഷൻ ആട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരെണ്ണം കൈമയും 2 തൊടയമേ വെച്ചിട്ടുണ്ടായിരുന്നേ. അതിലെ കൈമത്തിയും പിന്നെ വലത്തെ തൊടയമത്തിയും ഇഞ്ചക്ഷൻ പെട്ടെന്ന് വേദന മാറുന്നു പറഞ്ഞിട്ടുണ്ടായി. പക്ഷേ ഇടത്തെ കാലുമത്തെ നല്ല വേദന ഉണ്ടാവും പറഞ്ഞു. അത് 5 അസുഖങ്ങൾക്ക് എതിരെയുള്ള ഇഞ്ചക്ഷൻ ആയിരുന്നു കേട്ടോ. അപ്പൊ അത് നല്ല വേദന ഉണ്ടാവും, നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വേദനിക്കുമ്പോൾ. അപ്പോൾ പിന്നെ ഇത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് പതുക്കെ കെടുത്തി നോക്കി. കെടുത്തിയപ്പോൾ അവങ്ങനെ കിടക്കുന്നുണ്ട്, അങ്ങനെ ഉറങ്ങന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കാലനക്കാതെ ഒരു പില്ലോ കാലിൻ്റെ അടിയിൽ വെച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അതിങ്ങനെ പതുക്കെ വെച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഞാൻ പറയുന്നുണ്ട് ഇങ്ങനെ കയറ്റി വെക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചാരി വെപ്പിച്ചാൽ മതിയെന്ന്. അങ്ങനെ പിന്നെ അവൻ അങ്ങനെ കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് പേടിയായി തുടങ്ങി. എല്ലാവർക്കും ഇനി ഉറക്കം ഉറങ്ങിക്കഴിഞ്ഞാലല്ലേ വേദന തുടങ്ങുക. അങ്ങനെ മോൻ്റെ വിഷമത്തിൽ ഇത് അച്ഛനും ഭയങ്കര വിഷമമാണ് കേട്ടോ, കുട്ടികാരേനെ കണ്ടിട്ട്. അങ്ങനെ ഉണ്ണിയുടെ ഒപ്പം ആദർശനം ഫുൾ ടൈം അങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് നല്ലൊരു പേടി, അവന് വേദനിക്കും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവങ്ങനെ ഉറങ്ങാണ്. പക്ഷെ കാലനക്കുമ്പോൾ അവന് നല്ല വേദന ഉണ്ട് കേട്ടോ. ഇപ്പം ഉണ്ണി കിടക്കുമ്പോൾ ഉണ്ണിയുടെ തലയുടെ അടിയിൽ നമ്മളിത് ഈ മുണ്ട് ഇങ്ങനെ മടക്കി വെച്ചു കൊടുക്കൂട്ടാ. അത് വേറെ ഒന്നുമല്ല, അവൻ ഞാൻ കിടക്കണ ഭാഗത്തേക്ക് ഇങ്ങനെ തല ചിരിച്ചിട്ട് കിടക്കുക, വലത്തെ സൈഡിക്ക്. ആ ഭാഗം മാത്രം തല വെച്ച് കിടന്നിട്ട് അവന്റെ തലയ്ക്ക് ചെറിയൊരു ഷേപ്പ് വ്യത്യാസം വന്നു തുടങ്ങി കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് തല വെച്ച് കൊടുത്ത് അതിങ്ങനെ ശരിയാവും. പിന്നെ നമ്മൾ അത് കുഴിഞ്ഞു കൊടുക്കും ചെയ്യും കേട്ടോ. അങ്ങനെ ചേട്ടൻ ഫുഡ് കഴിക്കാൻ ഇരുന്നപ്പോൾ ഞാൻ ഉണ്ണിയുടെ അടുത്ത് ഇരുന്നു കേട്ടോ. പിന്നെ ഇതേ അമ്മ എടുക്കാണ്, ഭയങ്കര കരച്ചിലായിട്ടാ. ഇല്ലാട്ടോ. അങ്ങനെ ഒരു 4:30-5 മണി ആവാറായപ്പോൾ ഉണ്ണിക്ക് നല്ല വേദന തുടങ്ങി, നല്ല പനിയായി തുടങ്ങി കേട്ടോ. അവൻ ഭയങ്കര വാശിയായിരുന്നു. വേദനിച്ചിട്ടേ കാലനക്കുമ്പോൾ അവൻ ഭയങ്കര അല്ലെങ്കിൽ കുഴപ്പമില്ല, അവൻ ഓർമ്മയില്ലാതെ കൂടെ പൊക്കുമ്പോൾ വേദനിച്ചാൽ പിന്നെ നല്ല കരച്ചിലായിരുന്നു. അങ്ങനെ തൊട്ടിയിലൊക്കെ ഇട്ട് നമ്മൾ ആട്ടാട്ടോ. നമ്മളിങ്ങനെ എടുത്ത് പിടിക്കുമ്പോഴേ അവന് കൈ തട്ടിയ വേനിക്കുന്നൊക്കെ മേടിച്ചിട്ട് നമ്മൾ തൊട്ടിയിലൊക്കെ ഇട്ട്. പിന്നെ നല്ല വാശിയായിപ്പോൾ തൊട്ടിന്ന് എടുത്തിട്ട് ഞാൻ എൻ്റെ കാലുമൊക്കെ എടുത്തിരിക്കട്ടെ ചെയ്ത. കുറേ ടൈം അങ്ങനെ തന്നെ ഇരുന്നു കേട്ടോ. പിന്നെ ഒരു 6:30-7 മണിയൊക്കെ ആകുമ്പോൾ അമ്മ നല്ല ചൂടുവെള്ളത്തിൽ ഉണ്ണിയുടെ മേലൊക്കെ തുടച്ചു കൊടുത്തുട്ടാ. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ഇനി പനി നന്നായിട്ട് കൂടുമ്പോൾ അതിനനുസരിച്ചിട്ട് അമ്മ ചൂടുവെള്ളം വെച്ചിട്ട് മേലിൽ തുടയ്ക്കുമ്പോൾ അവന് നല്ല ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 2-3 മണിക്കൂർ ഇടവിടുമ്പോൾ അമ്മ ഇതേപോലെ ചൂടുവെള്ളം വെച്ചിട്ട് മേലിൽ തുടയ്ക്കുമ്പോൾ അവന് പെട്ടെന്ന് നല്ല മാറ്റം വന്നു കേട്ടോ. അവൻ ഇങ്ങനെ നേരത്തെ അത്ര വാശി പിടിക്കലൊക്കെ കുറഞ്ഞു തുടങ്ങി. അവനും ശരീരത്തിനൊരു സുഖമായിട്ടാ. പിന്നെ ഇതേപോലെ ഞാൻ കാലും എടുത്തിരിക്കുന്നതായിരുന്നു കേട്ടോ. അങ്ങനെ വെച്ചിരിക്കുമ്പോൾ അവൻ്റെ അടുത്ത് ആരും ഉള്ള പോലെ അവന് ഫീൽ ചെയ്യണോണ്ടോ തോന്നുന്നു. അവന് ഭയങ്കര കംഫർട്ടായിട്ട് അവൻ അങ്ങനെ കിടക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ വിചാരിച്ചു. പിന്നെ എന്താ ഇവന്റെ കരച്ചിൽ കാണുമ്പോൾ നമുക്ക് സത്യം പറയാൻ എന്താ താങ്ങാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം ഇവൻ അങ്ങനെ ഓവർ അലമ്പൊന്നും കാണിക്കാറില്ല, എപ്പോഴും ആശി പിടിച്ച് കരയുക അങ്ങനെയൊന്നും കരയാറില്ല. അപ്പോൾ അവന്റെ ഇങ്ങനെ വേദനിച്ചിട്ടുള്ള കരച്ചിൽ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.